जो दिल को भा रही है वो तेरी शायरी है या कोई शायराना है फितूर बन के तितली दिल उड़ा उड़ा उड़ना है कहीं दूर. ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ എന്ന് പറയുന്നത് വളരെ മിനി വ്ളോഗാണ്. ആക്ച്വലി 2 ഡേയ്സിലെ വ്ളോഗാണ്. ഞാനത് അപ്ലോഡ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചു, പിന്നെ വെച്ചാൽ എടുത്തല്ലേ, ഓക്കെ ഫൈൻ, ഐ ഷുഡ് അപ്ലോഡ് എന്ന് വിചാരിച്ച് അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ ഇതിൽ സംഭവം എനിക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഡാൻസ് പ്രോഗ്രാം. ലൈക്ക് ഭയങ്കര വലിയ പ്രോഗ്രാം ഒന്നുമല്ല, നമ്മുടെ വനിതാ ജംഗ്ഷൻ പോലൊരു പരിപാടിയിൽ ജസ്റ്റ് ഒന്ന് പോയി ഡാൻസ് കളിക്കണം. അത് അമ്മയുടെ ഓഫീസിൽ, അമ്മ പഞ്ചായത്താണ് വർക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ അമ്മ പറഞ്ഞു കളിക്കാൻ, ലൈക്ക് നിനക്ക് ഡാൻസ് പഠിച്ചല്ലേ, നീ കളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് കളിക്കുന്നതാണ്. സോ എല്ലാം തട്ടിക്കൂട്ടാണ്. ഡാൻസ് വീഡിയോ ഞാൻ സൂൺ അപ്ലോഡ് ചെയ്യാം, എനിക്കിതുവരെ ക്ലിപ്പ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ ഷീറ്റ് മാസ്ക് ഒക്കെ വെച്ച് മേക്കപ്പ് ചെയ്യാൻ ഓർത്തു. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്, അഫ്കോഴ്സ് അത് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല, കുറേ കഷ്ടപ്പെട്ടു. എനിവേ ഞാൻ ഹെയർ എക്സ്റ്റൻഷനൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. ഈ മേക്കപ്പ് ട്യൂട്ടോറിയൽ എനിക്ക് ചെയ്യണമെന്നുണ്ട്, ബിക്കോസ് ആ ഒരു ഔട്ട്ലുക്ക് നല്ല രസമുണ്ടായിരുന്നു. ബട്ട് ഇപ്പോഴൊന്നും പറ്റില്ല, എക്സാമാണ്. സോ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് സെറ്റാക്കാം. ഇത് ഹെയർ കട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് വീഡിയോ ആണോ എനിക്ക് ഓർമ്മയില്ല, മേ ബി ഫസ്റ്റോ സെക്കൻഡ് വീഡിയോ ആയിരിക്കും. ഞാൻ ഫേസിലല്ല ലിപ്പിലും മാസ്ക് വെച്ചിട്ടുണ്ട്. നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നതുകൊണ്ട് ചുണ്ട് കറക്കും, സോ നമ്മളതും ശ്രദ്ധിക്കണമല്ലോ. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈക്ക് മെയിനായിട്ട് ഇതിൽ ഇത് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ സ്കിൻ കെയർ ചെയ്യണതും ഒക്കെ. പിന്നെ കുറേ കൊറിയേഴ്സൊക്കെ അൺബോക്സ് ചെയ്യാനുണ്ടായിരുന്നു. അത് ഈ ദിവസമാണ് വന്നത്, പക്ഷേ അതിൻ്റെ എല്ലാത്തിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ വേറൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. അപ്പം ഞാൻ പോയി ഡാൻസ് കളിച്ചു. ഇതിലിടാൻ പറ്റത്തില്ല, കോപ്പി റൈറ്റ് വരും. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വേറെ വീഡിയോ പോസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നപ്പം എൻ്റെ റൂം ഫുൾ മെസ്സാണ്. ഞാൻ റെഡിയായി പോയതിൻ്റെ മെസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഐ വാസ് ലൈക്ക് ഓക്കെ, നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ഒരു റിഫ്രഷ്മെൻ്റ് ആവാൻ വേണ്ടി പോയി ഒന്ന് കുളിച്ച് പാട്ടൊക്കെ ഇട്ട് എൻജോയ് ചെയ്തൊന്നും ഒരു നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്നിട്ട് ക്ലീൻ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ സെൻറ്റഡ് ക്യാൻഡിൽസ് കത്തിച്ച് വയ്ക്കും എൻ്റെ റൂമിൽ. അത് ഭയങ്കര രസമാണ്, ഈ നല്ല മണമാണ്. എപ്പോഴും കത്തിച്ച് വയ്ക്കാറില്ല, വല്ലപ്പോഴും ഒക്കെ. അപ്പോൾ ഞാൻ ബാത്റൂമിൽ ഒരെണ്ണം വെച്ചു, റൂമിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബ്ലൂടൂത്തിൽ പാട്ടിട്ടു. ഭയങ്കര റിലാക്സ് ആയിട്ടുള്ള സോങ് ഇടും എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കണം. പക്ഷെ ഞാൻ റിലാക്സ് വൈബ് അങ്ങനെ എപ്പോഴും ഇടാറില്ല, എനിക്ക് കൂടുതൽ അടിച്ചുപൊളി പാട്ടാണ് ഇഷ്ടം. ബട്ട് ക്ലീനിങ് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ച വലിയൊരു തെറ്റായിപ്പോയി. കാരണം ഞാൻ ഫുൾ വലിച്ചു വരിയിട്ടു, ഫുൾ ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തിട്ട്. ബട്ട് അതൊന്നും വർക്കായില്ല, ലൈക്ക് ക്ലീൻ ചെയ്ത് തീർന്നില്ല 12 മണിയായിട്ട്. അങ്ങനെ ഞാൻ താഴത്തെ റൂമിൽ വന്ന് കിടന്നു. എൻ്റെ റൂമിൽ കിടക്കാൻ സ്പേസ് ഇല്ല. അപ്പോൾ എനിക്ക് രാത്രി വിശന്നു. അങ്ങനെ ഞാൻ പോയി നൂഡിൽസൊക്കെ ഉണ്ടാക്കി. ലൈക്ക് ഒരു 1 മണി സമയം എല്ലാവരും കിടന്ന് ഉറങ്ങാണ്. അപ്പം എനിക്ക് നൈറ്റ് ക്രേവിങ്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് വന്നപ്പോൾ ഞാൻ പോയി നൂഡിൽസ് ഉണ്ടാക്കി. അപ്പം നൂഡിൽസൊക്കെ കഴിച്ചു. അപ്പം ഞാൻ ഏതൊരു പാകിസ്ഥാനി ഡ്രാമ കാണുമായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ. അതൊക്കെ കണ്ടിട്ട് ഞാൻ കയറി കിടന്നുറങ്ങി ഫുഡ് കഴിച്ചിട്ട്. പിന്നെ രാവിലെ ഞാൻ നോക്കിയപ്പോൾ അമ്മ കാറ് കഴുകുമായിരുന്നു. അപ്പോൾ ഞാനും പോയിട്ട് അമ്മയെ ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് റിലേറ്റീവിൻ്റെ വീട്ടിൽ പോകാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി. അപ്പോൾ എനിക്ക് കൊള്ളാത്തൊരു ലിപ് ഷെയ്ഡ് എടുത്തിട്ട് അതിന് ശരിയാക്കാൻ പറ്റുമെന്നുള്ള എക്സ്പെരിമെൻറ്റിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് 2 കൊറിയർ വന്നു, അത് അൺബോക്സ് ചെയ്തു. അതിൻ്റെ വീഡിയോ ഞാനിടും. ലൈക്ക് നിങ്ങൾ പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടാകും, ബട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അൺബോക്സിങ് വീഡിയോയിലുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സ്നാക്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഡയറി മിൽക്ക് ഞാൻ അഡിക്റ്റാണ്. സോ ഡയറി മിൽക്ക് കഴിച്ചു. പിന്നെ നമ്മൾ ആ വീട്ടിൽ പോയപ്പം അവിടെ ഒരു തത്ത ഉണ്ടായിരുന്നു, നല്ല ക്യൂട്ട് ആൻഡ് സംസാരിക്കുന്ന തത്തയായിരുന്നു. സോ അതിനെയൊക്കെ കണ്ടിട്ട് നമ്മൾ ബാറ്റയിൽ പോയി. എൻ്റെ അമ്മയും അമ്മാമ്മയൊക്കെ സ്ഥിരം ബാറ്റ ചെരുപ്പിൻ്റെ ആളാണ്. അമ്മാമ്മയാണ് കൂടുതലും, ബട്ട് എനിക്ക് ബാറ്റ അത്ര ഇഷ്ടമല്ല. ബട്ട് അവിടെ ഒരു ഹീൽ കണ്ടപ്പോൾ എനിക്ക് ട്രൈ ചെയ്യണം തോന്നി, ഞാൻ ട്രൈ ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ട് നൈറ്റായപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കാൻ ഒരു കൊതി. ഞാൻ കുറേ നാളെ ഇപ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ നിയർ ആയിട്ടുള്ളൊരു കഫേയിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. ഷവർമ കഴിക്കാനാണ് പോയത്, ബട്ട് ഞാൻ ലാസ്റ്റ് ഓർഡർ ചെയ്ത് ബ്രോസ്റ്റഡ് ആണ്. സോ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ.